ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ നമ്മളിപ്പോൾ ഉള്ളത് പൊക്രയിലാണ്. ആൻഡ് ഇന്ന് നേരത്തെ നമ്മൾ ഇറങ്ങിയില്ല. ഇന്ന് നമ്മളൊരു 11 മണി ആയി. അപ്പോൾ നമ്മളിന്ന് കുറച്ച് രാവിലെ ഉറങ്ങി, കുറച്ച് ഫ്രഷായി രാവിലെ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ റെഡിയായി. ഇനി ഇവിടുത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. നല്ല വെയിലുണ്ട്, നല്ല വെയിലും നല്ല ചൂടുമുണ്ട്. നമ്മൾ അവിടുത്തെ പോലത്തെ തന്നെ ടെമ്പറേച്ചറും ഒക്കെ തന്നെ, വേറെ മാറ്റമൊന്നുമില്ല. ആകെ മാറ്റമെന്ന് പറഞ്ഞാൽ കുറേ മലകളുണ്ട്. ഈ നേച്ചർ ബേസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ് ഇവിടെ. കാരണം എന്താ ഭംഗിയാണ് കാണാൻ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പൊക്ര എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഇവർക്ക് ഔട്ട്ഡോർ ഡൈനിങ് ഒക്കെ ഉണ്ട്. അത് കണ്ടോ, കുഞ്ഞിക്കിളികൾ. ഹായ്, നല്ല രസമുണ്ട്. പറന്ന് പോവരുത്, പറന്ന് പോയി. നല്ല ഭംഗിയുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ആബാസ് പോവാം. She's having throat pain. Okay. So I want to consult some doctor or some medicine. The doctor? Yeah. Okay, so you are from? India. Okay, so I would like to inform you about the charges first. Okay. So for the doctor consult, it's 1,500 Nepali rupees. And if doctor prescribes you for any test like any lab test, X-ray or any medication needed, then that will be extra. That will be added to the consult fee. Is it okay? Okay. So do you have any other card or any? Yeah, we have. So here's the registration form you need to fill. Yeah. Okay, you can have a seat and take it. Okay. കൊള്ളാം, നല്ല ഹോസ്പിറ്റൽ. തണുപ്പടിച്ചതിൻ്റെ ത്രോട്ട് പെയിൻ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു ആൻറ്റിബയോട്ടിക്കും ഒരു ആൻറ്റി അലർജൻറ്റും പിന്നെന്താ തന്നെ ഗാർഗിളിങ് സൊല്യൂഷനും, ഇത് 3 തന്നിട്ട് കഴിക്കാൻ പറഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കും. നമ്മൾ വന്നിരിക്കുന്നത് കേബിൾ കാറിൽ പോവാം. അത് നോക്കൂ, നമ്മൾ താഴെ ബൈക്ക് വെച്ചിട്ട് അതുവഴി ഇങ്ങനെ കയറി ഫ്രേമുകളിൽ വന്ന്. അപ്പോൾ 2 പേര് പറഞ്ഞ് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറെന്ന്. ഓക്കെ, നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി നേപ്പാളി പൈസ 2000. നേപ്പാളിയൻ പൈസ 2000 ആണേ. നാട്ടിലെ ഒരു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 60 പൈസയാണ്. അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഒരാൾക്ക് 2000 അല്ല, അപ്പ് ആൻഡ് ഡൗൺ 2 വേ ആണ്. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് 1000 പൈസ, അല്ലെങ്കിൽ 800 ആണ് ഒരാൾക്ക്. ഓക്കേ. അങ്ങോട്ട് നോക്കി ഒരുമിച്ചിരിക്കാനാ. ഓ, മനസ്സിൽ തുടങ്ങി. आप जब वापस आएंगे तो नीचे फोटो काउंटर में देखो, अगर अच्छा लगा तो Okay. थैंक यू. പടച്ചവനി. ഓ നൈസ്. അതിനകത്ത് ആരുമില്ല. അമ്മൂമ്മ സിമ്പിളായിട്ട് പോട്. ഇതിവിടുത്തെ ഒരു ഭയങ്കര ട്രാൻസ്പോർട്ട് ഈസി ആണോ? ഓക്കേ. തിരിഞ്ഞു നോക്കണ്ട, താഴെ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ മതി. അപ്പോട്ടും പേടിയാ.
നമ്മളിതിൽ അതിന്റെ മണ്ടയിലെങ്ങാണ്ട് പോയി ഇന്നുകൊണ്ടായി ഇത് കണ്ടത്. അതോ ഇല്ല, സ്തൂബയുടെ അവിടെ പോയാ നമ്മള് കണ്ടത്. ദേ പോണ് ഒരു കൊച്ചൊക്കെ ആയിട്ട്, അവര് ലഗേജൊക്കെ ആയിട്ട് പോണ്. ഇതിന്റെ മുകളിൽ ഇങ്ങനെ 2 ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ സൈഡ് ഓപ്പൺ ആണ്. നിങ്ങളിത് കാണുന്നുണ്ടോ? എന്താല്ലേ എൻ്റെ പൊക്ര നമുക്ക് കാണാല്ലേ? എൻ്റെ നേപ്പാള് കാണാം നമുക്ക്. എന്താ ഇത്? ഇതേ മലകളൊക്കെ നോക്കില്ല അവിടൊക്കെ. ഇടയ്ക്ക് കറണ്ട് പരസ്യമുണ്ട്. ഇവിടെ വരുമ്പോ ഒരു ഷേക്കിംഗ് ഉണ്ട് കേട്ടോ ഈ സംഭവത്തിൽ കയറുമ്പോ. എയർപോർട്ട് ദേ നമ്മൾ അവിടുന്ന് ഓടി വന്നേ. അല്ല ആക്ച്വലി നമ്മൾ ബൈക്കില് ഇന്നലെ അവിടെ നിന്ന് ഇങ്ങനാണ് ഓടി ഇവിടെ വന്നത്. എയർപോർട്ട് എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം കാണാം. ഈ മലയുടെ ഏറ്റവും ടോപ്പ് പോർഷൻ ആക്ച്വലി അവിടെ അല്ല, ഇതിന് മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്ത് രസമുണ്ടല്ലേ? താഴോട്ട് നോക്കിയേ. ഇനിയും വെള്ളം ഉണ്ടത്. ഇവിടെ എന്തോ റോഡാണെന്ന് തോന്നുന്നു. നോക്കൂ, ദേ അവിടെ പാരാഗ്ലൈഡിങ്. ഹൈ സ്ലോ ആയി. ഓക്കെ കയറിക്കോ. 360 വ്യൂ ടവറിലാണ് നമ്മൾ പോണേ. അതാണ് 360 വ്യൂ ടവർ. വാ വാവ്. ഓ ഇതിന്റെ മുകളില് നോ വേ ബ്രോ. ഓ നൈസ്, അടിപൊളി. ഓക്കെ, അതേ അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. സോ നമ്മൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഇവിടെ പണി നടക്കുന്നത് കാരണം ക്ലോസ്ഡ് ആണെന്ന്. നല്ല തണുപ്പുണ്ട് കേട്ടോ, എന്തൊരാശ്വാസം. നല്ല തണുപ്പുണ്ട്, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഇത്രയും വെയിലടിക്കുന്നെങ്കിൽ നല്ല സൂപ്പർ തണുപ്പുണ്ട്. അങ്ങോട്ടാണോ? നമ്മളിപ്പം അവിടെ കിച്ചൺ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഹോട്ടൽ അന്നപൂർണ വ്യൂ. അപ്പോൾ ഇവിടെ ഹോട്ടലുണ്ട്. കോഫി ഹൈ മൗണ്ടിങ്. ഓക്കെ, അവിടെ കയറാം. ഹായ് ഇപ്പം എനിക്കൊന്ന് അതുവഴി പോകണം. ബാ, അങ്ങനെയാണോ പോന്നെ? അതെ, ബാ അങ്ങോട്ട് പോവാം. അതെ, അങ്ങോട്ടേക്ക് തന്നെ. ചെളിയുണ്ടേ, വീടുണ്ടേ. ഓക്കെ, ഇത് മഴയ്ക്ക് വന്നാൽ അവിടെ നിന്ന് പോകണോ? വാ, ഷെൻ്റെ മോനെ, ഷെൻ്റെ. ഗൈസ്, നിങ്ങളിത് കാണുന്നുണ്ടോ? എനിക്കറിയാൻ വയ്യ എത്രത്തോളം ബ്യൂട്ടി ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും ഭംഗി. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ ലഞ്ച് കഴിച്ചു, എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ താഴോട്ട് പോകും. എൻറ്റയർലി ഡിഫറെൻറ്റ് ലുക്കാ അല്ലേ? ഹൈ, വേറെ ഒരു ടൈപ്പ് പൂവ്. ഇതൊക്കെ അവിടെ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അതെ, ഇത് നോക്ക്. ഹായ്, നൈസ്.
കൊള്ളാം. ഹായ്. ഇതിന് വിരിയും തോന്നുന്നു. ഇല്ല, അതങ്ങനെ തന്നെ. ഇതാണ് മാക്സിമം. ഇതെല്ലാം അങ്ങനെ നിൽക്കുന്നത്. ഇവിടാണ് നമ്മൾ നേരത്തെ കയറിയത്. നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞ് കയറിയപ്പോൾ അത് ഇതെനക്ക് വർക്ക് നടക്കുന്നത് കാരണം ക്ലോസ് ചെയ്തേക്കുക. സോ നമ്മൾ താഴെ വന്ന് അപ്പുറത്ത് പോയി ഫുഡ് കഴിച്ചു. ഹായ്, നമുക്കുള്ള കേബിൾ കാർ ദേണ്ട വരുന്നു. കയറാം, കയറിക്കോ. സാധനം എടുക്കണേ. വാട്ടർ ബോട്ടിലും ഇപ്പോൾ ഒരു സ്പീഡ് കൂടും. ഈ സാധനത്തിൽ വരുമ്പോൾ സ്പീഡ് കൂടും. ഓക്കേ, ഡോർ തുറക്കുന്ന ടൈമിൽ നമ്മൾ എണീക്കുക, ഇറങ്ങുക. ഇവിടെ നിന്ന് നമ്മൾ അവിടുന്ന് ഫോട്ടോ എടുത്തതിൻ്റെ സ്ലിപ്പ് ഇവിടെ കൊടുക്കുമ്പോൾ ഒരു ഫോട്ടോ തരും. അതിനെന്തോ പേയ്മെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പേയ്മെൻറ്റ് ചെയ്യണം. സെക്കൻഡ് അല്ലേ നല്ലത്? ദിസ് വൺ. യാ, ഫോട്ടോ കിട്ടി ഗൈസ്, ഫോട്ടോ കിട്ടി. കൊള്ളാം കൊള്ളാം. നമ്മൾ നമ്മുടെ ബൈക്കിൻ്റെ അടുത്തെത്തി. लेफ्ट साइड जाओ, वहाँ से जीरो. ओके, वहाँ से जीरो से हरी चौक. हरी चौक. थैंक यू. यहाँ से यूटर्न ले लेना. ഓക്കെ, ബൈ. ഗൂഗിൾ മാപ്പ് നമ്മളെ വീണ്ടും ചതിച്ച്. വേറെ ഏതോ വയലിനകത്തൂടെ കയറ്റി വിട്ട്. എന്തോ ഭാഗ്യത്തിൽ 2 പെൺപിള്ളേർ വന്ന് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ വഴി പറഞ്ഞു. ഇനി നമ്മൾ വീണ്ടും പൊക്ര പോകണം. അവിടെ ചെന്നിട്ട് അവിടുന്ന് സീറോയോ അറിയാൻ വയ്യ, അങ്ങോട്ട് പോകണം. അവിടുന്ന് ഒറിജിൻ. അങ്ങനെയാണ് നമ്മൾ കയറി പോകേണ്ടത്. നല്ല സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ നിർത്തിയതാണ്, അല്ല ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണ് ബൈക്കിൻ്റെ. സംഭവം ഇത് ഫ്രണ്ടിലൊരു കടയും ഇതിനകത്തൂടെ പോകുമ്പോഴത്തേക്കും ഒരു വാട്ടർഫോളും ഉണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. എത്രയാണ് ടിക്കറ്റ്? 200 രൂപ. ഓ, മാപ്പ്. സമ്മർ ഹൗസ്. ഇവിടുന്ന് ഇങ്ങനെ പോയി അങ്ങനെ ഓ, നല്ല വാട്ടർഫോളാന്ന് തോന്നുന്നു. ഇവിടുന്ന് പുകയൊക്കെ പറക്കുന്നു. ഐ മീൻ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. ഓ വാവ്, നൈസ്. ദാറ്റ്സ് നൈസ്. ഇതൊരു സീനാണ്. ഷേ, എന്താ ഇത്? ഓ, ഭയങ്കര ഫോഴ്സ്. വീട് നോക്കുക, ചുമ്മാ അല്ല ഇത്ര ഇത് പറക്കുന്നത്. നമുക്ക് ഇനിയും താഴോട്ട് പോവാം. നമ്മൾ മേളിൽ നിന്നാണ് കണ്ടേ. താഴോട്ട് വന്ന് അടുത്ത് നിന്ന് കാണാം. വൃത്തിയുണ്ട് നോക്ക്.
പ്ലാസ്റ്റിക്സ് എല്ലാം ഇടാൻ വേണ്ടിയിട്ട് അവർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ല അതുവഴിയാ വെള്ളം. അപ്പോൾ അവിടെ നിന്ന് കാണാം. ഇപ്പുറത്തൂടെ ഇറങ്ങുമ്പോൾ ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ സ്ട്രീറ്റ്സിൽ കാണുന്ന സെയിം ഷോപ്പ് തന്നെ കണ്ടോ. ഷർട്ട്, പഷ്മിനയുടെ കുറേ ഐറ്റംസ്, ഹോം ഡെക്കോർ ഐറ്റംസ്, പൗച്ച്, മാല. ഇത് കൊള്ളാലോ, ഇത് കൊള്ളാലോ. പിന്നെ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ വന്നത് ആണ് എൻട്രൻസ്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. വേണ്ട നമ്മുടെ ബൈക്ക്. നമ്മൾ ഗന്ത്രഗ് പോവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് ശാന്തി സ്തൂപയിൽ വന്ന്. ഞാൻ കുറച്ചുകൂടെ പോയാൽ മതി. ഇതേല അവിടെ കണ്ടോ. ബൈ. ഞങ്ങൾ ശരിക്കും സ്തൂപ കാണാൻ പോവാന്നും പറഞ്ഞ് കയറി വന്നതാണ്. പക്ഷെ കയറി വന്നപ്പം പിന്നെയാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, സ്റ്റെപ്പ് കയറണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേറൊരു വഴി കയറി മൗണ്ടൈൻ്റെ ടോപ്പ് വ്യൂവിലെത്തി. നോക്ക്, ഇതൊരു കുഞ്ഞ് സിറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല, എന്താ കുഞ്ഞൊരു ടൗൺഷിപ്പ് പോലെ ഉണ്ട്. നോക്ക്, ഞങ്ങളിങ്ങ് കയറി വന്നിട്ട് അമ്പലമാണ്. വാവ്, ബ്യൂട്ടി. പക്ഷേ അത്രയും കയറി മുകളിൽ വന്നെങ്കിലും വർഷായിരുന്നു അല്ലേ. നേരെ നോക്കി, ആ വ്യൂ നോക്കി, മരം കഴിഞ്ഞ് അത് നോക്കി. റോഡാ. അത് ഏതോ എനിക്ക് തോന്നുന്നു മെയിൻ ഹൈവേ ആണെന്ന് തോന്നുന്നല്ലോ അവിടെ കാണുന്നത്. എയർപോർട്ട് കണ്ടോ? കാണാൻ പറ്റുമെങ്കിൽ നോക്ക്, എന്ത് പീസ്ഫുള്ളാന്ന് നോക്ക്. ഒരു ബഹളവും ഇല്ല, ഒന്നുമില്ല. പോവാം. ആട്ടുംകുട്ടിയെ പിടിക്കാൻ ഇത്രയും കഷ്ടപ്പാട് കൊള്ളാതായാലും. നമ്മളതേ അവിടം വരെ പോയി. അവിടം വരെ പോയിട്ടാണ് അത് ഇറങ്ങി ഇവിടെ വന്നത്. ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ സംഭവം ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്ന കടയുടെ മേളിൽ കയറി. ആൻഡ് ഇവിടെ കയറിയപ്പോൾ ഉള്ള വ്യൂ ഇതാണ്. വ്യൂ, ഓ മൈ ഗോഡ്. നോക്ക്, അവിടെ മാത്രം വെയിലടിക്കുന്നുണ്ടോ? അടിപൊളി. നമ്മൾ രാവിലെ പോയ കേബിൾ കാറിൻ്റെ വേ ആണത്. കണ്ട ആ 360 ഡിഗ്രി വ്യൂ എന്നും പറഞ്ഞിട്ട്, വ്യൂ പോയിൻ്റ് എന്നും പറഞ്ഞ് നമ്മൾ രാവിലെ കയറിയിട്ടേ ആ മുകളിൽ ആ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു കുഞ്ഞു ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നത്. അവിടെ നിന്നിട്ടാണ് നമ്മൾ ആ ശിവൻ്റെ ടെമ്പിള് കാണിച്ചത്. സ്തൂപ്പ വരുന്നത് അവിടെ കുറേ പക്കികളുണ്ട് കേട്ടോ. അവിടാണ് സ്തൂപ്പ.
കണ്ടുപിടിച്ച് ഞാൻ. ബൈ ബൈ വ്യൂ, അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ. നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകാൻ പോകുന്നു. ടയേർഡായി, വയ്യ, എനിക്ക് പനി എങ്ങാണ്ടോ ആയെന്ന് തോന്നുന്നു. നമ്മൾ ഈ ടയർ ബോക്സിന് ഭയങ്കര കുലുക്കം, കുറച്ച് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമില്ല അതില്ല. സോ സ്റ്റാൻഡ് മേടിച്ചിട്ട് മുറുക്കാമെന്ന് വിചാരിച്ചു. സർക്കീറ്റ് അല്ലേ? ഇപ്പോൾ കുറഞ്ഞില്ലേ? ആ കുറവുണ്ട്. സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ സ്ട്രീറ്റ് എല്ലാം അടച്ച്. ലേറ്റ് ആയി. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായി. കുഴപ്പമില്ല, നല്ല നല്ല ഷോപ്പുകൾ, മീൻസ് നല്ല രീതിയിൽ ഒരു സെറ്റ് ചെയ്തെടുത്തേക്കുന്നു.